വിവാഹത്തിൽ നിന്നും പിന്മാറിയാൽ പെൺകുട്ടിയുടെ വീടിന് നേർക്ക് ആരെങ്കിലും വെടിവെക്കുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ ഞെട്ടലിലാണ് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശികൾ. എന്തായാലും പിടികൂടിയ നവവരനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വലിയാട് വടക്കേതിൽ അബ്ദു താഹിർ എന്ന 28-കാരനെയാണ് പോലീസ് ഇൻസ്പെക്ടർ അശ്വത് എസ്കാരന്മയിൽ അറസ്റ്റ് ചെയ്തത്. വിവാഹത്തിന് സമ്മതിക്കാത്ത യുവതിയെയും ബന്ധുക്കളെയും ഒന്ന് പീഡിപ്പിക്കണം, അതായിരുന്നു അറസ്റ്റിലായ അബു താഹിറിന്റെ ലക്ഷ്യം. ഇതിനായി സ്വകാര്യ ബസ്സിൽ എയർ ഗണ്ണുമായി കോട്ടയ്ക്കലിലേക്ക് തിരിച്ചു. തുടർന്ന് വീടിന് മുന്നിലെത്തി 2 തവണ വെടിവെച്ചു. ജനൽച്ചില്ലുകളും തകർന്നു. 3 സ്ത്രീകളടക്കം 5 പേർ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ശേഷം മറ്റൊരു ബസ്സിൽ വീട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു അബു താഹിർ. എന്നാൽ മുൻവശത്തെ ജനൽച്ചില്ലുകൾ തകർന്നത് എങ്ങനെയെന്നറിയാതെ വീട്ടുകാർ അന്തം വിട്ടു. ആരോ മനഃപൂർവ്വം കല്ലെറിഞ്ഞതാകാമെന്ന ചിന്തയിലായിരുന്നു വീട്ടുകാർ. ഇതോടെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ പോലീസ് എത്തി പരിശോധന നടത്തിയതോടുകൂടിയാണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. തോക്കുപയോഗിച്ചാണ് വെടിവെച്ചതെന്ന് പോലീസ് മനസ്സിലാക്കി. തുടർ പരിശോധനയിൽ വെടിയുണ്ടയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് പ്രതിയിലേക്ക് അന്വേഷണം നീളുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. 1 വർഷം മുമ്പായിരുന്നു ഇബ്രാഹിമിന്റെ മകളുമായി താഹിറിന്റെ നിക്കാഹ്. ശേഷം ഇയാൾ വിദേശത്തേക്ക് പോയി. ഇതിനിടയിൽ വീണ്ടും തിരിച്ചെത്തി. പിന്നാലെയുണ്ടായ ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ താഹിർ ചികിത്സയിലായിരുന്നു. ഇതിനുശേഷം ഇയാളുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി. ഇതോടെയാണ് വിവാഹത്തിൽ നിന്നും അരിച്ചോളിലെ കുടുംബം പിന്മാറുന്നത്. ഇതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയാട് സ്വദേശി വടക്കേതിൽ അബു താഹിറിനെയാണ് ഇൻസ്പെക്ടർ അശ്വത് എസ്കാരന്മയിൽ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി നമ്മുടെ അരിച്ചോള് നെടുങ്ങോട്ട് കുളമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് വെടിവെപ്പ് നടന്നത്. ഇബ്രാഹിമിൻ്റെ മകളെ നിക്കാഹ് കഴിച്ച വലിയാടുള്ള അബു താഹിർ എന്ന് പറയുന്ന ആളാണ് ഇത് ചെയ്തത്. നിക്കാഹ് ഒഴിഞ്ഞതിലുള്ള പ്രശ്നം മൂലമാണ് അയാൾ ഇത്തരത്തിൽ ചെയ്തത്. അയാൾ ജൂൺ മാസം തുടക്കത്തിൽ അയാൾ എടരിക്കോടുള്ള മാസ് റൈഫിൾസിൽ നിന്നും എയർ റൈഫിൾ മേടിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം അവരുടെ വീടിൻ്റെ മുൻവശത്ത് വന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. 3 റൗണ്ട് ആണ് നിറയൊഴിച്ചത്. ഗ്ലാസ്സിൽ കൊണ്ട് ജനലിൽ കൊണ്ടും ആയത് പോയി. ആൾക്കാരുടെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ ആ സമയത്ത് വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു. അവർ തൊട്ടടുത്ത മുറിയിലായിരുന്നത് കൊണ്ട് മാത്രം അവർക്ക് അപകടം പറ്റിയില്ല. ഒരു പക്ഷേ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവർക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്ര ക്ലോസ് റേഞ്ചിലാണ് വെടിവെപ്പ് നടന്നത്. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് നേരത്തെ ഇയാൾ വാങ്ങിയതായിരുന്നു. ഈ തോക്ക് ഉപയോഗിച്ചായിരുന്നു വീണ്ടും നേരെ വെടിയുതിർത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.